പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വരുണിനെ ചെന്ന് കണ്ടതിനെ തുടർന്ന് വരുണിനോട് എന്തായാലും വരുണിന്റെ വിവാഹം നടത്തിത്തരാം എന്നുള്ള കാര്യം ധനലക്ഷ്മി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ടാകും. കൺമണിയെ നിന്റെ കയ്യിലേക്ക് പിടിച്ച് ഞാൻ തന്നെ ഏൽപ്പിച്ചു തരും. ഇത് ധനലക്ഷ്മി നിനക്ക് നൽകുന്ന വാക്കാണ്. എന്തു പറയുന്നു? ഇത് കേട്ടതിനെ തുടർന്ന് ഇനി ഇതുപോലുള്ള വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച മണ്ടനാകാനൊന്നും ഞാനില്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങൾ നീക്കാൻ തയ്യാറാണ് എങ്കിൽ പിന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഞാൻ ഇനി വിവാഹത്തിന്റെ കാര്യമല്ല, എനിക്ക് തരാനുള്ള പൈസയായിരിക്കും ചോദിക്കാൻ വരിക. ഇത് കേട്ടതിനെ തുടർന്ന് ധനലക്ഷ്മി ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? ഇവൻ പൈസ ചോദിക്കുകയാണ് എങ്കിൽ എന്തു ചെയ്യും? ഒന്നും തന്നെ പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. എന്താണ് നിനക്ക് വേണ്ടത്? നീ കാര്യം പറയൂ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. ഇതോടെ കൃഷ്ണനെയും കൺമണിയെയും അകറ്റണം. അവളുടെ ജോലി കളയണം. ആദ്യം അതാണ് ചെയ്തു തരേണ്ടത്. ഓഹോ, അതാണോ? ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി. ഇതേ തുടർന്ന് കൃഷ് പറയുന്നത് പോലെ ഇനി ഒരിക്കലും കാര്യങ്ങൾ നടക്കുകയില്ല. കൺമണിയും കൃഷും വേർപിരിയും. അതിനുള്ള തന്ത്രമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൃഷിനെ ഫോൺ ചെയ്യുകയാണ് ധനലക്ഷ്മി. അപ്രതീക്ഷിതമായ ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന കൃഷ് എന്തു പറ്റി എന്നും കാര്യങ്ങൾ എന്താണ് എന്നും ചോദിച്ചതിനെ തുടർന്ന് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞു തരുന്നതിനാണ് ഈ ഫോൺ കോൾ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ധനലക്ഷ്മി, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് മനസ്സിലായില്ല, എന്താണ് പറഞ്ഞത്? കൺമണി നിങ്ങളുടെ രക്ഷകയാണ് എന്നാണ് നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ രക്ഷകയാണോ? ആ ഒരു കാര്യമാണ് എനിക്ക് കൃഷിനോട് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന കൃഷ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കൺമണി കാരണമാണ് ഈ കമ്പനിയിൽ ഉയർച്ചയും മറ്റു കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ കമ്പനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അതാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്ന ധനലക്ഷ്മി, കൺമണിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. മാത്രവുമല്ല, നിങ്ങളുടെ എതിർ കമ്പനിക്ക് ഡിസൈൻ ലഭിച്ചത് എങ്ങനെയാണ്? ആരാണ് ആ ഡിസൈൻ തയ്യാറാക്കി കൊടുത്തത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല എന്ന കൃഷ് പറഞ്ഞതിനെ തുടർന്ന് അതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല, കൺമണിയാണ്. ആ ഡിസൈൻ തയ്യാറാക്കി കൊടുത്തത് കൺമണിയാണ്. മനോജിന് വേണ്ടിയാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് മറ്റൊരു കമ്പനിക്ക് വേണ്ടി അതിലും നല്ലൊരു ഡിസൈൻ തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ അതൊരു വഞ്ചനയല്ലേ? അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കമ്പനിക്ക് വീണ്ടും ഇത്രയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നത്. അപ്പോൾ അവൾ നിങ്ങളുടെ കമ്പനിയെ ചതിക്കുകയല്ലേ ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ധനലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് കൃഷ് ആകെ ഷോക്കാകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പിന്നിലെ രഹസ്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ കൃഷ് തയ്യാറാകുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് ബലരാമിന്റെ അമ്മ സുമിത്ര കൺമണിയെ തട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. അവളെ ഇല്ലാതാക്കിയാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ.
എന്ന് തിരിച്ചറിയുന്ന സുമിത്ര ഗുണ്ടകളെ അതിനുവേണ്ടി അയക്കുകയും ചെയ്യുന്നു. പക്ഷേ സുമിത്രയുടെ മകൾ ഇത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഉടൻ തന്നെ ഫോൺ ചെയ്തിരിക്കുകയാണ് കൺമണിക്ക്. കൺമണി, നീ ഉടൻ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ അഭയം പ്രാപിക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് അവിടേക്ക് സുമിത്ര കടന്ന് വരുന്നത്. തൻ്റെ മകൾ തന്നെയാണ് ചതിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വാശിയേറിയ സുമിത്ര തല അടിച്ചു പൊട്ടിക്കുന്നതിനായുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഫ്ലവർ ബേസ് എടുത്ത് തല്ലിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ അടിയിൽ സുമിത്രയുടെ മകൾ താഴെ വീഴുകയും ചെയ്യുന്നു. തന്നെ ചതിച്ചത് ആരായി ഇരുന്നാലും ഞാനത് വെറുതെ വിടുകയില്ല എന്ന് പറയുന്ന സുമിത്ര അവർക്ക് ഇതുപോലെ തന്നെ സംഭവിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കൺമണിയെ ആക്രമിക്കുന്നതിനായി ഗുണ്ടകൾ വന്നെത്തുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്നാണ് കൺമണിയെ കാണാനില്ല എന്നുള്ള കാര്യം ക്രിഷ് അറിയാൻ ഇടയാകുന്നത്. ഇതോടെ ക്രിഷ് ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.